നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ പ്രാഥമിക പട്ടിക തയ്യാറാക്കി അത് രംഗത്ത് വന്നിട്ടുണ്ട്. ഏതായാലും 35 മണ്ഡലങ്ങളിലേക്കുള്ള ബി.ജെ.പി സ്ഥാനാർത്ഥി പട്ടികയാണ് അണിയറയിൽ തയ്യാറായിരിക്കുന്നത്. എ ക്ലാസ് മണ്ഡലങ്ങളടക്കം ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നേമത്ത് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കും. കഴക്കൂട്ടത്ത് വി മുരളീധരനും മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രനും മത്സരിക്കും. ചൊവ്വാഴ്ച ചേർന്ന് ബി.ജെ.പി തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലാണ് സാധ്യതാ പട്ടികയ്ക്ക് രൂപം നൽകിയത്. ഇത് ഉടൻ തന്നെ കേന്ദ്ര നേതൃത്വത്തിന് കൈമാറും. ഓരോ മണ്ഡലത്തിലും 3 പേരുകൾ വീതമാണ് പരിഗണനയിൽ. എന്നാൽ ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഇനി മാറ്റമുണ്ടാകില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ലെന്നും പകരം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം നൽകുമെന്നും പാർട്ടി ജനറൽ സെക്രട്ടറി എസ് സുരേഷ് അറിയിച്ചിട്ടുണ്ട്. കഴിവുള്ളവർക്കും വിജയസാധ്യത മത്സരിക്കാൻ അവസരം എന്നും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. നേമത്ത് ബി.ജെ.പിക്ക് 2 മണ്ഡല കമ്മിറ്റികളുണ്ട്. ഈ രണ്ടിടത്തെയും ഭാരവാഹികളുടെ യോഗം ഇന്നലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവനിൽ ചേർന്നിരുന്നു. ഇത്തരത്തിൽ നേമത്ത് മത്സരിക്കാനുള്ള ഒരുക്കങ്ങളുമായി രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് പോവുകയാണ്. വട്ടിയൂർക്കാവിലാണ് കെ സുരേന്ദ്രന്റെ പേര് ഉയർന്നു വന്നതെങ്കിലും അദ്ദേഹത്തോട് മഞ്ചേശ്വരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശിച്ചിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രന് പാലക്കാട്, കായംകുളം, ഹരിപ്പാട് എന്നീ മണ്ഡലങ്ങളിൽ സാധ്യതയുണ്ട്. എം.ടി. സുരേഷിന് തൃശൂർ അല്ലെങ്കിൽ കോഴിക്കോട് സീറ്റ് നൽകാനാണ് ധാരണ. സി കൃഷ്ണകുമാർ മലമ്പുഴയിൽ തന്നെ മത്സരിക്കും. എ ക്ലാസ് മണ്ഡലങ്ങളിൽ വട്ടിയൂർക്കാവിലാണ് ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുന്നത്. ഇവിടെ നേതൃത്വം പ്രഥമ പരിഗണന ജി കൃഷ്ണകുമാറിനാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശാസ്തമംഗലം വാർഡിൽ നിന്നും വിജയിച്ച ബി.ജെ.പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർ ശ്രീലേഖയെയും പരിഗണിക്കുന്നുണ്ട്. നിലവിൽ നഗരസഭാ കൗൺസിലറായ ശ്രീലേഖ അടുത്ത 5 വർഷത്തേക്ക് ഇനിയൊരു മത്സരത്തിനില്ല എന്ന നിലപാടാണ് നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നത്. ഇതോടെയാണ് ശ്രീലേഖയുടെ പേരിന് പകരം കൃഷ്ണകുമാറിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നത്. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായ കരമന ജയന്റെ പേരാണ് പരിഗണനയിൽ. എന്നാൽ അതിനൊപ്പം തന്നെ കഴിഞ്ഞ തവണ ഈ മണ്ഡലത്തിൽ മത്സരിച്ച നടൻ കൃഷ്ണകുമാറിന്റെ പേരും പരിഗണനയിലുണ്ട്. നിലവിൽ മത്സരിപ്പിക്കേണ്ടവരുടെ സാധ്യതാ പട്ടികയിൽ മുൻ ഗവർണർ പി.എസ്. ശ്രീധരൻപിള്ള ഇല്ല എന്നതും ശ്രദ്ധേയമാണ്. കാട്ടാക്കടയിൽ പി.കെ. കൃഷ്ണദാസ്, പാലായിൽ ഷോൺ ജോർജ്, തിരുവല്ലയിൽ അനൂപ് ആന്റണി എന്നിവർ പ്രവർത്തനങ്ങൾ സജീവമാക്കിയിട്ടുണ്ട്. കുമ്മനം രാജശേഖരന്റെ പേര് ആറന്മുളയിലാണ് പരിഗണിക്കുന്നത്. ബി.ജെ.പി സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ ചില സീറ്റുകളിൽ ധാരണയായെങ്കിലും പ്രഖ്യാപന കാര്യത്തിൽ തിടുക്കം വേണ്ടെന്നും ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകി. പ്രധാന സീറ്റുകളിൽ ഏകദേശ ധാരണയാക്കുക, ദേശീയ നേതൃത്വത്തിന് കൈമാറുക, കേരളത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലും കൂടി ചേർന്നുള്ള പ്രഖ്യാപനം നടത്തുക എന്നതിനാണ് സാധ്യത. എന്നാൽ സീറ്റ് ഉറപ്പാക്കിയ സ്ഥാനാർത്ഥികൾ ആ മണ്ഡലങ്ങളിൽ സജീവമാകുന്നതിനും നിർദ്ദേശമുണ്ട്. ചെങ്ങന്നൂരിൽ സന്ദീപ് വചസ്പതി, ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ എന്നിവർക്കും സാധ്യതയുണ്ട്. കാസർഗോഡ് എം.എൽ. അശ്വനിയും ആറ്റിങ്ങലിൽ പി. സുധീറും മത്സരിച്ചേക്കും. എറണാകുളത്തെ തൃപ്പൂണിത്തറയിലും ആലുവയിലും ബി.ജെ.പി മത്സരിക്കും. ജില്ലയിലെ ചില സീറ്റുകൾ 2020ക്കും നൽകും. തൃശൂരിലെ എം.ടി. രമേശിനെയാണ് ആദ്യം പരിഗണിച്ചത്. അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി മറ്റാരെങ്കിലും വരാനുള്ള സാധ്യതയുമുണ്ട്. എൻ.ഡി.എ നേതാക്കളായ തുഷാർ വെള്ളാപ്പള്ളിയും സാബു ജേക്കബും മത്സരിക്കുന്ന കാര്യത്തിൽ ദേശീയ നേതൃത്വവുമായി ആലോചിച്ച് തീരുമാനമുണ്ടാക്കുമെന്നാണ് ബി.ജെ.പി നേതൃത്വം വിശദമാക്കുന്നത്.